ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സൂര്യാണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിക്കൊണ്ട് പുള്ളിക്കാരൻ്റെ പുതിയ പടമായ കറുപ്പ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ട്. സിനിമ സംവിധാനം ചെയ്യുന്നത് RJ ബാലാജിയാണ്. നമ്മുടെ മുക്കുത്തി അമ്മനൊക്കെ സംവിധാനം ചെയ്ത പുള്ളിക്കാരൻ തന്നെ. സത്യം പറയാമല്ലോ, കീട്ടിലം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല RJ ബാലാജി ഈ ഒരു ടൈപ്പ് സിനിമ എടുക്കുമെന്ന്. കിടിലം എന്ന് വെച്ചാൽ കിടിലം ട്രെയിലർ കട്ട്. ഇതിലൂടെയെങ്കിലും നമ്മുടെ സൂര്യാണ്ണൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ RJ ബാലാജി ശരിക്കും പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ പടം ഈ രീതി എടുക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു ഫുൾ കൊമേഴ്ഷ്യൽ സിനിമയല്ല. കുറച്ച് ഭക്തിപരമായ കാര്യങ്ങൾ സിനിമയിലുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ മുക്കുത്തി അമ്മൻ പോലത്തെ ഒരു ഫുൾ ഭക്തി സിനിമയും അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ടീസർ കട്ട് നമ്മുടെ സൂര്യാണ്ണൻ്റെ വേളാട്ടം തന്നെയായിരുന്നു. അവിടെ ഇവിടേക്കോ കോപ്പി അടിച്ച ചില സീനൊക്കെ കയറി വരുന്നുണ്ട്. എവിടേക്കോ ഗജിന് സിനിമ കയറി വരുന്നുണ്ട്. പിന്നെ എതിർക്കും തുണിതവൻ എന്ന സിനിമ കയറി വരുന്നുണ്ട്. പിന്നെ ജയ് ഭീം അങ്ങനത്തെ കുറേ സിനിമകളുടെ റെഫറൻസ് കയറി വരുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് നമ്മുടെ മെർസൽ സിനിമയില്ലേ, ആ ഒരു സിനിമയുടെ കോപ്പിയുടെ എന്നൊക്കെയാണ് പറയുന്നത്. മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു ടീസർ കട്ട് മാത്രമാണ്. സിനിമ ഇനി ഇറങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത് പറയണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയുമില്ല. പിന്നെ അവിടെ ഇവിടേക്കോ വേൾ സിനിമയിലെ ആ ഒരു സ്ലാങ് കയറി വരുന്നുണ്ട്, ആ ഒരു റഫ് ആൻഡ് ടഫ് മോഡ്. കങ്കോയിലെയും റെട്രോയിലെയും നമ്മൾ കാണാൻ ആഗ്രഹിച്ച സൂര്യനെ ചിലപ്പോൾ ഈ ഒരു പടത്തിലൂടെ ചിലപ്പോൾ നമ്മൾ കാണും. എന്ന് വെച്ചാൽ കങ്കോയിൽ പുള്ളി അത്യാവശ്യം അടിപൊളിയായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സിനിമ വെറും തോൽവിയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും സൂര്യ സിനിമയിൽ ഒരു 2 റോള് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു വക്കീൽ വേഷത്തിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു തലവൻ്റെ വേഷത്തിൽ വരാനും സാധ്യതയുണ്ട്. ടീസർ രക്ഷയില്ലാത്ത അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന്. പിന്നെ ഞാനീ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. എൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.